നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ശ്രീമദ് ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗം, അതാണ് നമ്മുടെ പഠനത്തിൻ്റെ വിഷയം. ഈ പ്രപഞ്ചത്തിൽ സർവ്വജീവരാശിയും ഈ രണ്ട് സ്വഭാവ ഗുണങ്ങളുടെയും പല അളവിലുള്ള കലർപ്പുകളോടുകൂടി ജനിച്ചവരാണ്. ഇതില്ലാത്തതായ ഒരു ജീവിയുമില്ല. അതുകൊണ്ട് ജീവജാലങ്ങളെ, മനുഷ്യരെ സ്പഷ്ടമായിട്ട് അവരുടെ ആന്തരമായ തത്വത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അവരുടെ സ്വഭാവവിശേഷങ്ങളെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നാം ഭഗവത്ഗീതയുടെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം ഭംഗിയായി പഠിക്കണം. അവരവരെ തന്നെ മനസ്സിലാക്കാൻ, അവരവർ അധ്യാത്മമാർഗത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ, അതിനും ഈ അധ്യായം സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട്. ദൈവീ സമ്പത്തും അസുരീ സമ്പത്തും ഓരോന്നും പല പ്രകാരത്തിലുള്ളതായ ധർമ്മങ്ങളോടുകൂടിയതാണ്. ആ ധർമ്മങ്ങളെ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ ഏതാനും ശ്ലോകങ്ങളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ദൈവീ സമ്പത്തിനെ നാം പഠിച്ചു വരികയായിരുന്നു. ആ ദൈവീ സമ്പത്തിനെ വിവരിക്കുന്ന 3-ാമത് ശ്ലോകം, തേജക്ഷമാ ധൃതിശൗചം അദ്രോഹോ നാതിമാനിത. തേജസ്, ക്ഷമ, ധൃതി, ശൗചം, ഇതൊക്കെ ദൈവീ സമ്പത്തുകളാണ്. തേജസ്സും ക്ഷമയുമെല്ലാം നാം നേരത്തെ കഥകളിലൂടെ സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞു. ധൃതിയും ശൗചവുമാണ്. ധൃതി, ധൈര്യം, ശൗചം മനസ്സിൻ്റെ പരിശുദ്ധി, സ്വഭാവത്തിൻ്റെ പരിശുദ്ധി. ഇത് രണ്ടുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കഥയിലൂടി, സത്യവാന്റെയും സാവിത്രിയുടെയും കഥയിലൂടി. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ വരുന്നതാണ് ഈ കഥ. യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മാർക്കണ്ഡേയ ഋഷി, യുധിഷ്ഠിരന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന മാർക്കണ്ഡേയ ഋഷി പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ കഥയെ വ്യാസഭഗവാൻ മഹാഭാരതത്തിനകത്ത് നിബന്ധിച്ചിരിക്കുന്നത്. ഈ കഥകൾ പാണ്ഡവ കഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതേപോലെ അനേകം കഥകളുണ്ട്. സത്യവാൻ, സാവിത്രി, ഈ രണ്ട് വ്യക്തികളുടെ കഥ പോലെ തന്നെ അനേകം കഥകൾ വലുതും ചെറുതും ഒക്കെയായിട്ട് എല്ലാറ്റിനെയും ഈ മഹാഭാരതത്തിൽ ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്നതായ പാണ്ഡവ കൗരവ കഥയിൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിലായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇവയെല്ലാം ഗീതയുടെ തത്വങ്ങളെ നമുക്ക് വിശദീകരിച്ചു തരാൻ ആവശ്യമാണ്. വിവിധ ഗീതാതത്വങ്ങളെ കഥാരൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവയെല്ലാം ഈ മുഖ്യമായിരിക്കുന്ന പാണ്ഡവ കൗരവ കഥയിൽ വ്യാസഭഗവാൻ നിബന്ധിച്ചത്. അതിനാൽ ഈ ഉപാഖ്യാനങ്ങൾ, ഇതേപോലെ ഇതിനകത്ത് അദ്ദേഹം അടുക്കിയിരിക്കുന്നതായ കഥകൾക്കാണ് ഉപാഖ്യാനങ്ങൾ എന്ന് പേര്. മുഖ്യമായ ആഖ്യാനം പാണ്ഡവ കൗരവ കഥ തന്നെ. ഈ ഉപാഖ്യാനങ്ങൾക്ക് ഒരിക്കലും മഹാഭാരതത്തിൽ ബാഹ്യതയില്ല. അവ പുറമേയുള്ളവയല്ല. മഹാഭാരതത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ്. ഇതിൻ്റെ ആന്തരിക സത്ത തന്നെയാണ്. ഭഗവത്ഗീതയെ ദൃശ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മഹാഭാരതം. അപ്പോൾ ഗീതയെ ദൃശ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഈ കഥകളും മഹാഭാരതത്തിൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ്.
സത്യവാന്റെയും സാവിത്രിയുടെയും കഥയിലൂടെ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നതായ ഈ ധൃതിയെയും ശൗചത്തെയും ഇതേ പ്രകാരത്തിൽ പാണ്ഡവ കഥ കൊണ്ടോ കൗരവ കഥ കൊണ്ടോ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാനാവില്ല. ധൃതിയുടെയും ശൗചത്തിൻ്റെയും അത്യന്തം സാത്വികമായ നിലവാരമാണ് നമുക്ക് അദ്ദേഹം ഇവിടെ കാണിച്ചു തരുന്നത്. ധൃതി കൊണ്ടും ശൗചം കൊണ്ടും വിധിയെ തന്നെ മാറ്റി എഴുതുന്ന മനുഷ്യൻ്റെ തപോബലം അത് സംശുദ്ധമായിട്ട് ഇവിടെ വ്യാസൻ കാണിച്ചു തരുന്നു. ഇതേ പ്രകാരത്തിലുള്ള ഒരു കഥയിലൂടെ പാണ്ഡവന്മാരെ 5 പേരെയും പാഞ്ചാലിയെയും അവതരിപ്പിക്കാനാവില്ല. അവർക്ക് ഈ പ്രകാരത്തിലുള്ളതായ ചിന്താപദ്ധതിയും ഈ പ്രകാരത്തിലുള്ളതായ പ്രവൃത്തികളും നൽകാനാവില്ല. കൗരവന്മാരുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. പാണ്ഡവന്മാർ ധൃതിയും ശൗചവും ഉള്ളവർ തന്നെ. പക്ഷേ അവരുടെ ധൃതിയിലും ശൗചത്തിലും രാജസപ്രഭാവം ഉണ്ടാകും. ഇതേപോലെ സമ്പൂർണമായ സാത്വിക പ്രഭാവം നിലനിൽക്കില്ല. ഓരോ കഥാപാത്രങ്ങളും ഓരോ പ്രകൃതത്തോടു കൂടിയവരാണ്. സത്വം, രജസ്, തമസ് എന്നുള്ളതായ 3 ഗുണങ്ങൾ പല അളവിൽ ഈ കഥാപാത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ കാനനത്തിൽ തപസ് ചെയ്ത്, ഋഷിമാരുടെ സമ്പ്രദായത്തിൽ തപസ് ചെയ്ത്, രാജസസ്പർശമില്ലാതെ ശുദ്ധ സാത്വിക സമ്പ്രദായത്തിൽ തപസ് ചെയ്ത്, കാലനെ പോലും പ്രത്യക്ഷമായി കണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോലും വിധിയുടെ നിശ്ചയത്തെ മാറ്റി എഴുതിക്കാൻ ആ പ്രകാരത്തിലുള്ള തപസ്സിൻ്റെ ഉടമയായി തീരാൻ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായ പാണ്ഡവന്മാരെ വിനിയോഗിക്കാനാവില്ല. അവരുടെ സ്വഭാവത്തിൽ രാജസപ്രൗഢി കുറച്ച് ഏറി നിൽക്കും. അതുകൊണ്ടാണ് ശുദ്ധസാത്വികമായ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നത്. സത്യവാന്റെയും സാവിത്രിയുടെയും കഥ പറഞ്ഞത് അവരുടെ മാതാപിതാക്കളും ആ പ്രകാരത്തിലാണ്. അതുകൊണ്ട് ഈ കഥ ഒരിക്കലും മഹാഭാരതത്തിന് പുറമേ നിന്ന് മഹാഭാരതത്തിനുള്ളിലേക്ക് ഏച്ചുകെട്ടി വെച്ചതല്ല. ഗീതയുടെ ദൃശ്യാവിഷ്കൃതിയായ മഹാഭാരതത്തിൻ്റെ ശരീരം തന്നെയാണ്. പാണ്ഡവ കൗരവ കഥയ്ക്ക് മഹാഭാരതത്തിൽ എന്ത് പ്രാധാന്യമാണോ ഉള്ളത്, അതേ പ്രാധാന്യം ഇതേപോലുള്ളതായ ഉപാഖ്യാനങ്ങൾക്കുമുണ്ട്. സാവിത്രിയുടെയും സത്യവാന്റെയും കഥയിലൂടെ കഴിഞ്ഞ ദിവസം നാം സഞ്ചരിക്കുകയായിരുന്നു. സാവിത്രി അറിഞ്ഞിരുന്നു നാരദൻ പറഞ്ഞ ആ വാക്ക് സാവിത്രിയുടെ മനസ്സിൽ മാറ്റമില്ലാതെ മറവിയിൽപ്പെടാതെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. സത്യവാന്റെ ആയുസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാരദനെന്ന് പറഞ്ഞു, ഇന്നേക്ക് 1 വർഷം ചെല്ലുന്നതെന്ന് സത്യവാൻ കാലനാൽ അപഹരിക്കപ്പെടും എന്ന്. അതിനെ വെല്ലാൻ വേണ്ടിയിട്ടുള്ള തപോബലം സാവിത്രി നേടുകയായിരുന്നു. ബാല്യം തൊട്ടേ ആ ശീലത്തിലാണ്. സത്യവാനും അങ്ങേയറ്റം ഗുണവാനാണ്. അവരുടെ മാതാപിതാക്കളും അങ്ങനെ തന്നെ. അതാണ് അവരുടെ പശ്ചാത്തലം. ഇപ്പോൾ കൂടുതലായിട്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് കാലനെ അഭിമുഖീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കഠിന തപസ്സിലൂടെ സാവിത്രി. ഇവിടെ വിവാഹിതയായിട്ട് സത്യവാനോടൊപ്പം ദ്യുമത്സേനന്റെ ആശ്രമത്തിൽ കഴിയുന്ന അവസരത്തിൽ, സത്യവാന്റെ പിതാവാണല്ലോ ദ്യുമത്സേനൻ, അവൾ ഓരോ ദിവസവും കൃത്യമായി കണക്കുകൂട്ടി സത്യവാന്റെ പ്രാണൻ നഷ്ടപ്പെടുന്നതിന് 4 ദിവസം മുമ്പ് അവൾ കൃത്യമായി നിശ്ചയിച്ചിട്ട് അടുത്ത ദിവസം മുതൽ 3 പകലും 3 രാത്രിയും കഠിനമായ വ്രതം. 4-ാം ദിവസം രാവിലെ അച്ഛനമ്മമാര്, ദ്യുമത്സേനനും അദ്ദേഹത്തിന്റെ പത്നിയും സത്യവാന്റെ അച്ഛനമ്മമാര്, ഇപ്പോൾ സാവിത്രിക്കും അവർ തന്നെയാണ് അച്ഛനമ്മമാര്. അങ്ങനെ അവർ 2 പേരും സാവിത്രിയോട് പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കൂ, 3 ദിവസത്തെ വ്രതമാണല്ലോ നീ എടുത്തിരുന്നത്, അത് പൂർണ്ണമായല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് സാവിത്രി ഈ വ്രതം എടുക്കുന്നത് എന്ന് അവർക്കറിയില്ല. അവരോട് ആരോടും പറഞ്ഞിട്ടില്ല, സത്യവാനോട് പോലും പറഞ്ഞിട്ടില്ല. സാവിത്രിയുടെ മനസ്സിന്റെ വിശുദ്ധി കൊണ്ട്
സാവിത്രി അങ്ങനെ ഒരു വ്രതമെടുത്തു. ഇത് മാത്രമേ അവർക്ക് കരുതാനാകുള്ളൂ. അവർ ദുഃഖിതരാണ് ഇത്ര കഠിനമായ വ്രതം സാവിത്രി എടുത്തതുകൊണ്ട്. പലവിധേനയും 3 ദിവസം കഴിഞ്ഞല്ലോ. 4-ാം ദിവസം രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് സാവിത്രി നിർബന്ധിച്ചപ്പോൾ സാവിത്രി പറഞ്ഞു, ഇന്ന് സൂര്യാസ്തമനം കഴിഞ്ഞിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നാണ് എൻ്റെ തീരുമാനം. അങ്ങനെ സത്യവാന്റെ ആയുസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാലൻ വരുന്നതായ സമയം അവൾ നാരദന്റെ വാക്കിനെ ആസ്പദമാക്കിക്കൊണ്ട് കൃത്യമായി കണക്ക് കൂട്ടിയിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ സത്യവാൻ കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഒരു കോടാലിയും അതേപോലെ തന്നെ ഒരു വലിയ പെട്ടിയും എടുത്തുകൊണ്ട്, ചൂരലുകൊണ്ട് നിർമ്മിതമായ പെട്ടിയാണത്. അതും കൊണ്ട് കാനനത്തിലേക്ക് പോകാൻ പുറപ്പെട്ടു. പഴങ്ങൾ കൊണ്ടുവരണം, അതിനാണ് ഈ കൂട. അതേപോലെ തന്നെ വിറക് കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുറപ്പാട്. സാവിത്രി പറഞ്ഞു, അങ്ങ് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, ഞാനും കൂടി വരുന്നുണ്ട്, നിർബന്ധമായി പറഞ്ഞു. സത്യവാൻ പറഞ്ഞു, കാനനത്തിൽ യാത്ര ചെയ്യുക എന്നുള്ളത് നിനക്ക് വിഷമകരമായിരിക്കും, അതുകൊണ്ട് വരണ്ട എന്നെല്ലാം നിർബന്ധിച്ചു. പക്ഷെ സാവിത്രി പറഞ്ഞു, ഒറ്റയ്ക്ക് ഞാൻ അങ്ങയെ അയക്കില്ല, ഞാനും കൂടി വരുന്നു. അച്ഛനമ്മമാരോട് അനുവാദം ചോദിച്ചു. അതിനു മുമ്പ് ഒരാവശ്യവും സാവിത്രി അച്ഛനമ്മമാരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് അവിടെ ആ കുടുംബത്തിൽ വധുവായി വന്നതിന് ശേഷം സാവിത്രി ഒരു ആവശ്യം പ്രാർത്ഥിക്കുന്നത്, സത്യവാനോടൊപ്പം കാട്ടിലേക്ക് പോകാൻ അനുവദിക്കണം എന്ന്. അസ്തമനമാകുമ്പോഴേക്കും മടങ്ങി വരുമല്ലോ, ഇത് അവർക്കറിയാം, അച്ഛനമ്മമാർക്കറിയാം. ഇതാദ്യമായി അവൾ ആവശ്യപ്പെട്ടതാകൊണ്ട് അല്പം വൈമനസ്യമുണ്ടെങ്കിലും അവർ സമ്മതിച്ചു. അങ്ങനെ പത്നിയോടൊപ്പം കാനനത്തിലേക്ക് പോയ സത്യവാൻ പഴങ്ങൾ ധാരാളമായി ശേഖരിച്ചു ആശ്രമത്തിലേക്ക് വേണ്ടിയിട്ട്. അതേപോലെ ഉണങ്ങിയ വിറകും വേണം. ഉണങ്ങിക്കിടന്നതായ തടികൾ അതിനെ മുറിച്ച് കീറി അതിനെ അടുക്കി സത്യവാൻ കെട്ടുകയാണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നല്ലവണ്ണം ആയാസമുള്ള ജോലിയാണ്. പെട്ടെന്ന് സത്യവാന് തലവേദന അനുഭവപ്പെട്ടു. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. സത്യവാൻ ഉടനെ തന്നെ സാവിത്രിയോട് പറഞ്ഞു, അല്ലയോ സാവിത്രി, ശൂലൈരിവ ശിരോവിദ്ധം ഇതം സംലക്ഷയാമ്യഹം. ശൂലം കൊണ്ട് തല പിളർക്കുന്നത് പോലെ തോന്നുന്നു. അത്ര കഠിനമായ വേദനയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എനിക്ക് അല്പം ഒന്ന് ഉറങ്ങണം. തത് സുപ്തമിച്ഛേ കല്യാണി നസ്താതും ശക്തിരസ്തിമേ. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ശരീരമാകെ തളർന്നു പോകുന്നു. കുറച്ചു നേരം വിശ്രമിക്കണം, കുറച്ചു നേരം ഉറങ്ങണമെന്ന് തോന്നുന്നു. ഞാൻ അല്പമൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് നിലത്തേക്ക് കിടക്കുകയാണ് സത്യവാൻ. സാവിത്രിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. സത്യവാന്റെ ഓരോ ചലനവും വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വീക്ഷിക്കുകയായിരുന്നു സാവിത്രി. സാവിത്രി ഉടനെ ഓടിച്ചെന്ന് തറയിലിരുന്ന് സത്യവാന്റെ തലയെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് സാവിത്രി അവിടെ ഇരിക്കുന്ന അവസരത്തിൽ സാവിത്രിയുടെ മുന്നിൽ ഒരു വലിയ രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. മുഹൂർത്താദേവ ചാപശ്യത് പുരുഷം രക്തവാസസം ബദ്ധമൗലിം വപുഷ്പന്തം ആദിത്യ സമതേജസം.